ഗുരു വിളിക്കാൻ ആരംഭിച്ചു. ആദ്യം വിളിച്ചത് ദുര്യോധനനെയാണ്. നിനക്ക് എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നതെന്ന് പറയൂ. ആ വൃക്ഷവും അതിലെ ശിഖരങ്ങളും പിന്നെ പക്ഷിയും. ദ്രോണാചാര്യർ മന്ദമായ ഒരു ചിരിയോടെ പ്രതികരിച്ചു. അമ്പ് താഴെയിടൂ. ശേഷം അടുത്ത ആളെ വിളിച്ചു. പറ, നീ എന്തൊക്കെയാണ് കാണുന്നത്? എനിക്ക് അങ്ങേ കാണാം, എൻ്റെ സഹോദരന്മാരെ കാണാം. നിർത്തൂ, അമ്പ് താഴെയിട്ടോളൂ. ശേഷം ദ്രോണാചാര്യർ അടുത്ത ആളെ വിളിച്ചു. എന്തൊക്കെ കാണാൻ കഴിയുന്നുണ്ട്? എനിക്ക് ഈ കാട് കാണാം, ആകാശം കാണാം, പിന്നെ... നിർത്തൂ, അമ്പ് താഴെയിട്ടോളൂ. എല്ലാവരുടെയും ഉത്തരങ്ങൾ ദ്രോണാചാര്യരിൽ അതിഭയാനകമായ ദേഷ്യം കയറ്റി. തന്റെ കയ്യിലുണ്ടായിരുന്ന പാത്രം ആ ദേഷ്യത്തിൽ അദ്ദേഹം നിലത്തിട്ട് പൊട്ടിച്ചു. ശേഷം അയാൾ പോകുവാൻ തിരിച്ചു. പക്ഷെ പെട്ടെന്നാണത് കണ്ടത്. ഒരാൾ കൂടി ബാക്കിയുണ്ട്. ദേഷ്യത്തോടുകൂടി ഗുരു അയാളുടെ അടുത്തേക്ക് തിരിഞ്ഞു. നീ എന്താ കാണുന്നേ? നിന്റെ സഹോദരന്മാരെയാണോ? അല്ല ഗുരുവേ. പിന്നെ ഈ കാടും മരവുമാണോ? അല്ല ഗുരുവേ. മരത്തിലിരിക്കുന്ന പക്ഷിയെയാണോ നീ കാണുന്നത്? അല്ല ഗുരുവേ. ദ്രോണാചാര്യരുടെ ദേഷ്യം കൗതുകമായി മാറി. പിന്നെ എന്താണ് മകനെ നീ കാണുന്നത്? ഞാൻ കാണുന്നത് ആ പക്ഷിയുടെ കണ്ണു മാത്രമാണ് ഗുരുജി. എൻ്റെ ലക്ഷ്യം മാത്രം, ബാക്കിയൊന്നും എൻ്റെ കണ്ണിൽ വരുന്നില്ല. പിന്നെ എന്തിനാണ് നീ കാത്തിരിക്കുന്നത്? അമ്പ് വിടൂ. അവിടെ ഉണ്ടായ എല്ലാവരെയും അത് ഞെട്ടിച്ചു. ദ്രോണാചാര്യർ അത് വിശ്വസിക്കാനാകാത്ത വിധം അമ്പരന്ന് നിന്നു. ആ കുട്ടിയുടെ അമ്പ് കൃത്യമായി ആ പക്ഷിയുടെ കണ്ണിൽ തന്നെ തുളച്ചു കയറിയിരിക്കുന്നു. നിന്റെ ശ്രദ്ധയും ഏകാഗ്രതയും ഒരു യോദ്ധാവിന്റെ ആദ്യ ലക്ഷണമാണ്. നീ ജനിച്ചത് യോദ്ധാവാകാൻ വേണ്ടി മാത്രമാണ്. ആ ദിവസം മുതൽ ദ്രോണാചാര്യരുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ ആ കുട്ടിയായി മാറി. തന്റെ മകനേക്കാൾ കൂടുതൽ അയാൾ ആ യോദ്ധാവിനെ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. ഗുരുകുലത്തിലെത്തിയാൽ ആദ്യം വിളിക്കുന്ന പേര് ആ കുട്ടിയുടേതായി. അർജുന!